നമ്മളെ കോഴിക്കോട് പാവങ്ങാട് പുതിയാപ്പ മേൽപ്പാലാണിപ്പത്. എന്തപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ? ഈ 10 വർഷത്തിനിടയിൽ ആർക്കെങ്കിലും ഒരു ഉപകാരം അന്നെ കൊണ്ട് ഉണ്ടായിക്കണോ? അല്ല, അന്നെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഉണ്ടാക്കിയോലെ വേണം പറയാൻ. വെറുതെ ഒരു പാലം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, അതിനുവേണ്ടി റോഡും ഉണ്ടാക്കണ്ടേ? റോഡില്ലെങ്കിൽ ഇതിന് 10 അല്ല, ഇനിയുള്ള കാലം ഇത് ഇങ്ങനെ തന്നെ നിൽക്കും. അല്ല, എന്താ ഈ പാലത്തിൻ്റെ അവസ്ഥ? 2 വർഷം ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. എന്താ ചെയ്യുക? സർക്കാർ ചെയ്യാനല്ലേ, പൊതുജനങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും? അല്ല, നമ്മളിപ്പോ 2 വർഷം മുമ്പ് നമ്മൾ വന്നിട്ട് ഇത് മൊത്തം ഇതിന് റോഡില്ല, പാലം മൊത്തം അങ്ങനെ ആകാശത്ത് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത ചെയ്ത്. 7 മാസം മുമ്പ് നമ്മൾ പിന്നെയും ചെയ്തേ, എന്നിട്ടും ഇപ്പൊ ഒന്നും ആയില്ല. ഇപ്പോഴും ആകുന്നില്ല, അങ്ങനെ തന്നെയാ ഗതി. എന്താ ശരിക്കും ഉപകാരമുള്ള ആൾക്കാർ? ഉപകാരമില്ല എന്നെ കൊണ്ട്. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടിക്കണം, മര്യാദയ്ക്ക് വരാനും പോകാനും കഴിഞ്ഞില്ല. പൈസ പാസ്സാക്കി 13,76,00,000 റുപ്യ ഓർഡറാക്കി ബോർഡ് തിരിച്ച് നടക്കുക. കാരണം ഇതിപ്പോ ഉണ്ടാക്കിയപ്പോഴേ 5 കോടി റുപ്യയിലധികം ചെലവാക്കിയിട്ടാണ് ഇപ്പൊ ഇത് ഉണ്ടാക്കിയത്. ബാക്കിയുള്ള റോഡ് വരും, ഈ പാലം വരാനാണ് സമയം വരല് എല്ലാ ഭാഗത്തും. ഇവിടെ നേരെ തിരിച്ചിട്ടാ. ഇവിടെ ആദ്യം പാലത്ത് വന്നു, റോഡ് വന്നു, പിന്നെ റോഡ് വരുന്നില്ല. നിലം തൊടാത്ത പാലം മഴ പെയ്താന്ന് നിൽക്കുക, ട്രെയിൻ വരുന്നതിന് മാറിക്കണോ, ഇതൊക്കെ തന്നെയാണ് ഗതി. വേറൊരു ഉപകാരമില്ല. ഇതിപ്പോ ഉണ്ടാക്കിയപ്പം പറഞ്ഞതേ പുതിയാപ്പനെയും ഇത് രണ്ട് ബന്ധിപ്പിക്കാൻ പറ്റും, ഗതാഗത കുരുക്ക്, ടൗണിലെ ബ്ലോക്കൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിലെ പോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിന്. എത്ര വയസ്സായിപ്പോ? ഞാൻ 14 വയസ്സായി. 10 വർഷം മുമ്പ് ഉണ്ടാക്കിയതാ. ഓർമ്മ ഉണ്ടോ? ഞാൻ ഉണ്ടായില്ല ഇവിടെ. ഇത് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഉപകാരം ഉണ്ടാവും. ഞാൻ എൻ്റെ ബസ് അവിടെ വരാം. ഈ പാലം വന്ന് എനിക്ക് സൈക്കിൾ വെച്ച് വേഗം ക്രോസ് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ റെയിലായതുകൊണ്ട് ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യണം, പിന്നെ നടന്നു പോകണം, അവിടെ കുറേ നടക്കാണ്ട്. സൈക്കിൾ ഇവിടെ ആ ഷോപ്പിൽ വെക്കേണ്ടി വരും. ഇതാണ് ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞ ആ ഫ്ലെക്സ് ബോർഡ്. 13.76 കോടി രൂപയ്ക്ക് പാലത്തിൻ്റെ സമീപന റോഡ് ഉണ്ടാക്കും എന്നുള്ളതാണ് അതിൽ പറയുന്നത്. പക്ഷെങ്കിൽ ഈ കാര്യം പറഞ്ഞിട്ടിപ്പോൾ 10 മാസം കഴിഞ്ഞു, അതിൻ്റെ ഒരു പണി പോലും ഈ ഭാഗത്ത് എവിടെയും തുടങ്ങിയിട്ടില്ല. നമ്മളെ ജീവിതദശയിൽ വരുമോ എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. ഇന്ന് വരും നാളെ വരും എന്ന് പറയുന്നുണ്ട്. നാളെ മറ്റന്നാളായിട്ട് ഇലക്ഷൻ ആവാനായി. ഇലക്ഷൻ കഴിഞ്ഞതാണെങ്കിൽ ഇനി എത്ര വർഷം കാത്തിരിക്കണം എന്നുള്ളതിന് ഒരുറപ്പുമില്ല. 2-3 ആളുകൾ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് ട്രെയിനിൽ പോയിട്ട്. അപ്പോൾ ഇതിലൂടെ അല്ലാതെ വേറെ മാർഗ്ഗമില്ല പോകാൻ. പ്രതീക്ഷിക്കാൻ പറ്റും. പ്രതീക്ഷ തന്നെ ഉള്ളൂ, എല്ലാത്തിനും പ്രതീക്ഷയാണ്. എത്രയോ വർഷങ്ങൾ മുമ്പാണ് തറക്കല്ലിട്ടത് ഇതിന്, എത്രയോ വർഷങ്ങൾ മുമ്പ്. അത്ര കാലം കൊണ്ടൊന്നും വയ്യാണ്ടായിട്ടേ നടക്കാൻ ഇത് കിടക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ട്, പേടിയാവുക. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് കാരണം പേടിച്ച് ഞാനിപ്പോൾ ഇന്ന് എനിക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ട് വന്നത് മാത്രമാണ്. അപ്പോഴും ഞാനിപ്പോൾ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു ഏത് കാലം ഈ പണ്ടാലും നന്നാവുകയില്ലെന്ന്. കൊല്ലങ്ങളോളായി. ഇനിയിപ്പോൾ ഈ അടുത്ത് വരും എന്ന് അറിയണു. എപ്പോഴാ വരുമോ അറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല. വരുന്ന പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പറയും വരും എന്ന്. ഇതാ എത്തിപ്പോയി ഇതുവരെ വന്നിട്ടില്ല. ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടില്ലേ? ഇതിലെ വരുന്നവരും പോകുന്നവരൊക്കെ ഈ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വെറുതെ നിന്നിട്ട് ആൾക്കാർക്ക് പ്രയോജനമൊന്നുമില്ലല്ലോ. എന്നാൽ ഈ ഒന്ന് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇടയ്ക്ക് വന്ന് വാർത്ത ചെയ്യുന്നത്. അടുത്ത വരവിനെങ്കിലും ഈ ഒന്ന് നന്നായി കണ്ടാൽ മതിയായിരുന്നു. ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.